നമസ്കാരം. തടൈ ന്യൂസിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളും ന്യൂസ് ചാനലുകളുമൊക്കെ തുറന്നാൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് യുദ്ധത്തിന്റെ വാർത്തകളായിരിക്കും. പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ കടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെയിരിക്കെ വെറും 38 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഒരു വിചിത്ര യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1896 ബ്രിട്ടീഷ് സാമ്രാജ്യവും സൻസിബാർ ദ്വീപും തമ്മിലായിരുന്നു ഈ വിചിത്ര യുദ്ധം. ടാൻസാനിയയ്ക്ക് സമീപമുള്ള സുന്ദരമായ ഒരു ദ്വീപായിരുന്നു സൻസിബാർ. പക്ഷെ ആ സൗന്ദര്യത്തിന് പിന്നിൽ അധികാര പോരാട്ടം കൊഴുത്തിരുന്നു. ബ്രിട്ടീഷുകാരുടെ അനുമതിയില്ലാതെ ഖാലിദ് ബിൻ ബർഗാഷ് സ്വയം സുൽത്താനായി പ്രഖ്യാപിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സ്ഥാനമൊഴിയണം എന്ന ബ്രിട്ടീഷ് അന്ത്യശാസനം ഖാലിദ് നിരസിച്ചു. പിന്നാലെ 1896 ഓഗസ്റ്റ് 27 രാവിലെ 9 മണിക്ക് യുദ്ധത്തിന് സമയം നിശ്ചയിച്ചു. 9:02 ബ്രിട്ടീഷ് പീരങ്കികൾ തീ തുപ്പി തുടങ്ങി. മരം കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നു വീണു. തീപിടിച്ച് എല്ലാം തന്നെ ചാരമായി. സുൽത്താന്റെ യുദ്ധക്കപ്പലും കടലിൽ മുങ്ങി. വെറും 38 മിനിറ്റ്. അത്രയും സമയം മാത്രം മതിയായിരുന്നു ആ യുദ്ധത്തിന്. എന്നാൽ അതിനുള്ളിൽ ഏകദേശം 500 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മറുവശത്ത് ബ്രിട്ടീഷുകാർക്ക് ഒരു ചെറിയ പോറൽ പോലും ഉണ്ടായില്ല. 9:40 പതാക താഴ്ന്നപ്പോൾ യുദ്ധം അവസാനിച്ചു. ഖാലിദ് ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ പിന്നീട് പിടിക്കപ്പെടുകയും ജീവിതം നാടുകടത്തലിൽ അവസാനിക്കുകയും ചെയ്തു.